അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ഇപ്പോൾ ഇറാനിലും അതേമാതിരി ഇസ്രായേലിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുകയാണ്. ഇതിൻ്റെ ഉൾക്കള്ളി എന്താണെന്ന്, അമേരിക്കൻ്റെ ഉൾക്കള്ളി എന്താണെന്ന് ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഇസ്രായേലിൽ പോയിങ്ങാണ്ട് മിസൈൽ വീണാലും അതേമാതിരി ഇറാനിൽ വീണ് കഴിഞ്ഞാലും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അതിൻ്റെ കഷ്ടപ്പാട്. അവരെ പടച്ചോനെ കാക്കട്ടെ, ആമീൻ. അതാണ് ഈ അവസരത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, ഇത് കണ്ടുകാണ്ട്, കാരണം നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ്, അതേമാതിരി 24, മീഡിയ 1, മലയാള മനോരമ, മാതൃഭൂമി, അതേമാതിരി ന്യൂസ് ചാനലുകൾ നമ്മൾ കാണുന്നതാണ്. ആ ന്യൂസ് ചാനലുകൾ നമ്മൾ കാണുമ്പോൾ, വാർത്താ ന്യൂസ് ചാനലുകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ സങ്കടം വരും. കാരണം നമ്മളെ കേരളത്തിലെ ചില ആൾക്കാർ പറഞ്ഞാൽ എന്ന് വെച്ചാൽ 100% എടുക്കാനുമില്ല. അങ്ങനത്തെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ചില ആൾക്കാർ ഇസ്രായേലിനൊപ്പം നിന്നുകാണ്ട് സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരും, അതേമാതിരി ചില ആൾക്കാർ ഇറാനൊപ്പം നിന്നുകാണ്ട് സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് യുദ്ധം നടത്തുക. നിങ്ങൾക്കറിയോ, നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് പ്രത്യേകം കേൾക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കൂടുതൽ പെട്രോളും ഡീസലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഇറാനിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ചെറിയ പൈസക്ക് വേറെ രാജ്യത്തു നിന്നും ഇന്ത്യക്ക് കയറ്റുമതി ഇങ്ങോട്ടുണ്ട്. പക്ഷേ കൂടുതലും കൊണ്ടുവരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ അതേമാതിരി ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്താ കാര്യം, ഇങ്ങോട്ട് ചെറിയ പൈസക്ക് പെട്രോളും ഡീസലും കിട്ടൽ നിൽക്കും. കാരണം ഇറാനിൽ എണ്ണപ്പാടത്തേക്കാണ് മിസൈൽ പൊട്ടിട്ട് അവിടുത്തെ എണ്ണപ്പാടൊക്കെ ആകെ കത്തിങ്ങാണ്ട് ചാമ്പലേക്കാണ്. അതേമാതിരി ഇറാനും തന്നെ ഇസ്രായേലും അങ്ങോട്ട് പൊട്ടിട്ട് അവിടുത്തെ സാധാരണക്കാർ, രണ്ട് രാജ്യത്തും സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ യുദ്ധം ഇതേമാതിരി പോകുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനാണ് അത് ക്ഷീണമെന്ന് ഈ ഏഷ്യാനെറ്റ് ന്യൂസിലും 24ലും മീഡിയ 1ലും അതേമാതിരി മലയാള മനോരമയിലും അതേമാതിരി മാതൃഭൂമിയിലും ന്യൂസ് ചാനലിൽ കണ്ടിട്ട് അതിൽ കമൻറ്റ് ഇടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞാണ്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒന്ന് ഓർത്തുകൊള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് അവിടെ രണ്ടിടത്തും യുദ്ധം നടന്നു കഴിഞ്ഞാൽ പെട്രോൾ ഡീസലും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നുവെച്ചാൽ ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തേക്ക് എന്നുവെച്ചാൽ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, അതേമാതിരി ബംഗാളിൽ നിന്നൊക്കെയാണ് അരി പച്ചക്കറി കൊണ്ട് വരുന്നത്. ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ ലോറിക്ക് ചാർജ് കൂടും. അപ്പോൾ അരി പച്ചക്കറിക്ക് ഇവിടെ വില കയറ്റം ഉണ്ടാവും. അത് ഓർത്തുകൊണ്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറയണ്ടല്ലോ, ഈ രണ്ട് രാജ്യത്തും തന്നെ സാധാരണ ജനങ്ങളെ മേൽക്കാണ് ഈ മിസൈൽ പോയിങ്ങാണ്ട് ബുക്കണത്. മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആ ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ബലിപെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് വെച്ചാൽ അമേരിക്കൻ്റെ പാവ സർക്കാരായ, ഇറാഖിലെ പാവ സർക്കാരായ ആ സർക്കാർ അമേരിക്കൻ്റെ നിർദ്ദേശപ്രകാരം തൂക്കിലേറ്റിയ സദ്ദാം ഹുസൈനാണ്. മനസ്സിലായില്ലേ? അന്ന് അമേരിക്ക എന്താ പറഞ്ഞത്, ഇറാഖിൽ മാരക ആയുധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇറാഖ് പോയിക്കൊണ്ടാണ് അമേരിക്ക ആക്രമിച്ചത്. എന്നിട്ട് എന്തായി എന്ന് വെച്ചാൽ ഇറാഖിൻ്റെ പട്ടാളക്കാരെയും അതേമാതിരി സദ്ദാം ഹുസൈനെയൊക്കെ തൂക്കിക്കൊന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു അവിടെ ഒരു മാരക ആയുധം ഇറാഖിലില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അമേരിക്കനെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് അമേരിക്കൻ്റെ മനസ്സിൽ എന്താണ്, അമേരിക്കൻ്റെ മനസ്സിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണം ഇല്ലാതാക്കിയിട്ട് അവിടുത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എണ്ണ, പെട്രോള്, ആ സമ്പത്താണ് അമേരിക്കൻ്റെ നോട്ടം. മനസ്സിലായില്ലേ? അതേമാതിരിയാണ് എന്നുവെച്ചാൽ ഇസ്രായേലിൻ്റെ മൂട്ടിൽ ചൂട്ട് കത്തിച്ചുങ്ങാണ്ട് ഇറാന് പോയിങ്ങാണ്ട് മിസൈൽ ഇട്ടുകാണ്ട് ഇറാനിനെ ഇല്ലാതാക്കുക. അങ്ങനെ ഇറാനിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനിൽ അണുവായുധം ഉണ്ട്, അത് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ഇസ്രായേൽ വെച്ചാൽ മിസൈൽ ഇടുന്നത്. അത് അമേരിക്ക ഇസ്രായേലിൻ്റെ മൂട്ടിൽ ആയുധം കൊടുത്തുങ്ങാണ്ട് കത്തിക്കുകയാണ്. എന്നുവെച്ചാൽ ഇറാനിൽ അതുണ്ട് ഇതുണ്ട് പറഞ്ഞുങ്ങാണ്ട് എന്താണ് ഇറാനത്തെ സർക്കാരിനെ അട്ടിമറിച്ചുങ്ങാണ്ട് അമേരിക്ക പറയുന്ന ഒരു പാവ സർക്കാരിനെ വെച്ചുങ്ങാണ്ട് ഇറാനത്തെ സമ്പത്ത്, എണ്ണ, പെട്രോൾ, ഡീസൽ, അങ്ങനത്തെ സമ്പത്ത് അമേരിക്ക ഊറ്റിക്കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാനും അതേമാതിരി ഇസ്രായേലും ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. മനസ്സിലായോ? ദയവ് ചെയ്തുകാണ്ട്
ഈ ഇസ്രായേലത്തെ പാവപ്പെട്ട ജനങ്ങളെയും അതേമാതിരി ഇറാനത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിക്കാണ്ട് നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിക്കൊണ്ടു. എന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പോൾ പിന്നെ ഞാൻ പിന്നെ അള്ളാഹു അറിയും. എന്ന് വെച്ചാൽ പിന്നെ വേറെലോല് പിന്നെ വെച്ചാൽ ശ്രീകൃഷ്ണൻ അതേമാതിരി പിന്നെ യേശു, ഇനിയിപ്പോൾ എന്തായാലും ഒക്കെ ഒറ്റ പിന്നെ ദൈവമുള്ളൂ. ആ ദൈവത്തിനോട് നിങ്ങൾ എല്ലാവരും കൂടിക്കാണ്ട് അവിടുത്തെ യുദ്ധം നിർത്താൻ വേണ്ടി, കാരണം അവിടുത്തെ ഈ രണ്ട് രാജ്യത്തെയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിക്കാണ്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കൊണ്ടു. ഇതാണ് നമ്മൾ ഈ അവസരത്തിൽ പിന്നെ ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ന്യൂസ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശരി തിരിഞ്ഞുങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയല്ല. ഓക്കെ.